സന്യാസ സംഘത്തിൽ ഉൾപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കൃഷ്ണദാസ് സ്വാമിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള നിലവിളക്കാണ് ഇപ്പോൾ ഈ തിരുമുമ്പിൽ വെച്ചിരിക്കുന്നത്. ഈ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാരീരികമായി ബന്ധമുള്ളവരാണല്ലോ എപ്പോഴും നമ്മുടെ ആത്മാക്കൾ സ്വാമിമാരുമെല്ലാം. ഇപ്രകാരം അദ്ദേഹവും ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചു വന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമാണ് ഈ നിരന്ന് നിൽക്കുന്നത്. വർഷങ്ങളോളം ഭഗവത് കർമ്മങ്ങൾ ചെയ്യുവാനും തിരിച്ചുവരവിൽ ഉന്നതമായ ആദർശത്തിൽ വന്ന് ബന്ധപ്പെടുവാനും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സർവശക്തി അനുവദിച്ച് സന്യാസ സംഘത്തിലേക്ക് ചേർത്ത് വിവിധ ശാഖാശ്രമങ്ങളിൽ പ്രവർത്തനങ്ങൾക്കായി അയക്കുകയും അവസാന സമയം ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ ഈ ആശ്രമത്തിൽ വിശ്രമിക്കുകയും എന്നാൽ വളരെ കൃത്യമായി ഈ സന്നിധാനത്തിൽ ജീവിക്കേണ്ടുന്ന ഒരാൾ എപ്രകാരമൊക്കെ ജീവിക്കണമോ അതെല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ടാണ് കൃഷ്ണദാസ്സ്വാമിയുടെ ജീവിച്ചിരുന്നത്. ഇവർ ഈ സന്താനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്കുള്ള ധനമൊക്കെ ചിലപ്പോൾ കൊണ്ടു കൊടുക്കും. ഇത് ഞാൻ തിരിച്ചറിയുന്നത് അദ്ദേഹം അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ 3 നേരവും ദക്ഷിണ തരാൻ വരുമായിരുന്നു. 3 നേരവും കൃത്യമായിട്ടത് ചെയ്യും. എത്ര വയ്യാങ്കിലും എഴുന്നേറ്റ് വന്നത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ചെറിയ തുകകളൊക്കെ തരും. എന്നിട്ട് പറയും 10-1. അത് വളരെ നിർബന്ധമായിരുന്നു. പഴയ കൽപ്പനയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന സ്വത്തിൽ നിന്ന് 10-1 ഗുരുമുമ്പാകെ സമർപ്പിക്കണമെന്ന ആ കൽപ്പന ആദ്യകാലം മുതൽ കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ കൽപ്പന പാലിക്കാൻ നിർബന്ധമായ ആ നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം ചെയ്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തെ സന്യാസ സംഘത്തിലേക്ക് ചേർത്തത്. ബാഹ്യമായി നോക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, വലിയ പ്രാപ്തിയും കഴിവൊന്നും ഇല്ലാത്ത ഇദ്ദേഹത്തെ എങ്ങനെയാണ് സന്യാസ സംഘത്തിലെടുത്തത്? ശുഭാനന്ദ ദിവ്യരൂപം ബാഹ്യമായ വലിയ കെട്ടുപാടുകളൊന്നുമല്ല നോക്കുന്നത്. ആന്തരികമായുള്ള ബന്ധം, ഗുരുവുമായുള്ള ബന്ധമാണ് ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങളിലേക്ക് ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ സന്യാസിമാരെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ വലിയ പത്രാസും പഠിപ്പും ഒന്നും നോക്കിയിട്ടല്ല. ഈ നിൽക്കുന്ന പല ആളുകൾക്കും എഴുത്തും വായനയും അറിയാൻ വയ്യാത്തവർ പോലുമുണ്ട് വേണ്ട വിധത്തിൽ. അതൊന്നുമല്ല നമ്മുടെ അടിസ്ഥാനം. ഗുരുവുമായുള്ള ഹൃദയബന്ധമാണ്. ആ വിധത്തിൽ ഹൃദയബന്ധത്തോടുകൂടി ജീവിച്ചിരുന്ന ആ സ്വാമിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നിലവിളക്ക് സമർപ്പണവുമാണ്. അദ്ദേഹം അന്തേവാസിയായി ഇവിടെ ജീവിച്ചിരുന്നതുകൊണ്ട് അന്തേവാസികളും സന്യാസ പരമ്പരകളും ഈ ഇന്നത്തെ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള തുകകൾ അവരവരുടെ കഴിവിനനുസരിച്ച് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സന്യാസിമാരും നമ്മുടെ സന്താനങ്ങളും കൂടി ചേർന്നാണ് നിലവിളക്ക് സമർപ്പിക്കുന്നത്. സർവശക്തിയെ സ്വീകരിക്കട്ടെ. കാർമുകിൽ വർണ്ണനെ കണ്ടാൽ കണ്ണിനു കൗതുകമല്ലോ എന്നും കണ്ണിനു കൗതുകമല്ലോ. കണ്ണനെ കാർമുകിൽ വർണ്ണനെ കണ്ടാൽ കണ്ണിനു കൗതുകമല്ലോ എന്നും കണ്ണിനു കൗതുകമല്ലോ. കണ്ണന്റെ കഥകൾ കേൾക്കുന്തോ കണ്ണന്റെ കഥകൾ
കണ്ണന്റെ കഥകൾ കേൾക്കും തോറും കണ്ണന്റെ കാതിനു കൗതുകമല്ലോ എന്നും കാതിനു കൗതുകമല്ലോ കാതിനു കണ്ണനെ കാമുകിൽ വർണ്ണനെ കണ്ടാൽ കണ്ണനെ കണ്ണിനു കൗതുകമല്ലോ എന്നും കണ്ണിനു കൗതുകമല്ലോ കണ്ണിനു കണ്ണിന് കണ്ണാകുന്ന ജ്ഞാനക്കണ്ണൻ ഈ ലോകത്തിൽ ഒരു രൂപം ധരിച്ച് സർവശക്തിയോടും കലകളോടും സർവാധികാരത്തോടും കൂടി എഴുന്നള്ളി വന്നപ്പോൾ കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ, അനുഭവിക്കുവാൻ മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് നീയിരിക്കുന്ന ഓരോരുത്തരും. ഇതിൻ്റെ ഉന്നതമായ ഭാഗ്യാവസ്ഥകളെ ചിന്തിച്ചറിഞ്ഞ് അതിനനുസൃതമായ ജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും ഈ കാഴ്ചയും അതിൽ കൂടിയുള്ള സുഖവും അനുഭവമായിക്കൊണ്ടേയിരിക്കും. അതിന് പിന്നെ മാറ്റമില്ല. അതിനെന്തെങ്കിലും ഈ കേട്ട സത്യത്തിനും കണ്ട കാഴ്ചകൾക്കും അനുസൃതമല്ലാത്ത വിധം എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അവിടെ ഈ കാഴ്ചകൾ മങ്ങും. പ്രായാധിക്യത്താൽ കണ്ണിന് കാഴ്ചകൾ മങ്ങി അതുവരെ മനോഹരമായി കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾക്ക് വികലത ഉണ്ടാകുന്നത് പോലെ, വിഭ്രമങ്ങൾ ഉണ്ടാകുന്നത് പോലെ, ചപലതകൾ ഉണ്ടാകുന്നത് പോലെ മനക്കണ്ണിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഉന്നതമായ കാഴ്ചകളും അനുഭൂതി വിശേഷങ്ങളും നിറം മങ്ങി വീണ്ടും മായയിലേക്ക് കൂപ്പുകുത്തും. അതുണ്ടാകാതെ ഇരിക്കുവാനാണ്, അതിനെ വീണ്ടും പ്രോജ്വലിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഈ സർവജ്ഞാനത്തെ ആത്മനാഥൻ തന്നെ വീണ്ടും ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരുവൻ പാടിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ വാഴുകയാണ്. എന്തിനു വേണ്ടി? ഈ ആത്മാവിൻ്റെ ചൈതന്യത്തെ നഷ്ടപ്പെടുത്താതെ ആത്മാക്കളിൽ തന്നെ നിലനിർത്തി തൻ്റെ സിംഹാസനം ആത്മാവിൽ കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിരന്തരമായ ഈ അഭ്യസനം, നിയമപാലനം, അത് ഗുരുവിന് എന്തെങ്കിലും ശ്രേഷ്ഠത ഉണ്ടാകാനോ മഹത്വം ഉണ്ടാകാനോ അല്ല, മറിച്ച് ഓരോ ആത്മാവിലും ആ മഹത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. മായയിൽ മറഞ്ഞിരുന്നുറങ്ങിയ നിങ്ങളെ ജ്ഞാനസൂര്യനാകുന്ന ദൈവം വന്ന് തൊട്ടുണർത്തി ഉന്നതമായ ഈ സൗഭാഗ്യ വഴികളെ തൻ്റെ നാവിലൂടെ ഓതി ഭവിപ്പിച്ച് ഉന്നതമായ ആനന്ദത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്നപ്പോൾ നിങ്ങൾക്ക് അനുഭൂതി വിശേഷങ്ങളുണ്ടായി, ആനന്ദമുണ്ടായി. ലോകത്തിൽ ഒരിക്കലും എങ്ങും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കാണുവാനിടയായി. അങ്ങനെ വർണ്ണനാതീതമായ ആ കാഴ്ചകളെ പലപ്പോഴും പലർക്കും അറിയില്ല. എങ്ങനെ, എന്ത്, എപ്പോൾ സംഭവിച്ചു അറിയില്ല. കണ്ടവർക്ക് പലർക്കും അറിയില്ല കണ്ടത് എന്താണ്, എങ്ങനെയാണത് കാണാനിടയായത്, ലോകത്തിൽ ഒരിടത്തും അനുഭവിക്കാത്ത സുഖത്തിലേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാണ്. ചില ആളുകൾക്ക് അത് കണ്ടത് പറയാൻ മടിയാണ്. കാരണം ആരെങ്കിലും ആക്ഷേപിക്കുമോ,
കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ആളിനോട് നമ്മുടെ ഈ ജന്മനക്ഷത്ര ശതാബ്ദിയോടനുബന്ധിച്ച് ഇറക്കുന്ന സ്മരണികയിൽ ചേർക്കുന്നതിന് വേണ്ടി ലേഖനം എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവരവരുടെ അനുഭവം, അല്ലാതെ വലിയ സാഹിത്യമൊന്നുമല്ല. എഴുതിക്കൊണ്ട് വന്നപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലില്ല. ഞാൻ ചോദിച്ചു, അതെന്താ എഴുതാതിരുന്നത്? അത് അറിവില്ലാത്തവർ നിന്ദിക്കും, എൻ്റെ ഗുരുവിനെ ആരും നിന്ദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞു, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, വന്ദിക്കുന്നവർ വന്ദിക്കട്ടെ. കണ്ട കാര്യം മടികൂടാതെ പറയേണ്ട വിധത്തിൽ പറഞ്ഞ് അറിയിക്കുന്നത് തന്നെയാണ് ധർമ്മം. എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. പലരും ചിന്തിക്കും, ഇപ്പോൾ ഞാൻ കൃഷ്ണനാഥ സ്വാമിയുടെ കാര്യം പറഞ്ഞതുപോലെ കഴിവും പ്രാപ്തിയും ഇല്ല എന്ന് ചിലർക്കൊക്കെ തോന്നും, യോഗ്യതകളില്ല എന്ന് ചിലർക്കൊക്കെ തോന്നും. പക്ഷേ കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കോടി സൂര്യപ്രഭയേക്കാൾ വെല്ലുന്ന ആ മഹാചൈതന്യ രൂപത്തെ കാണുവാൻ ഒരു ആത്മാവിന് ഭാഗ്യമുണ്ടായാൽ അതിനപ്പുറം ഒരു യോഗ്യതയും വേണ്ട ഈ ആദർശത്തിൽ പ്രവർത്തിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും. പക്ഷേ അതറിയണം, ആ കണ്ടത് എൻ്റെ ഗുരുവിൻ്റെ കാരുണ്യമാണ്. വീണ്ടും കാണാൻ ശ്രമിച്ചാൽ കിട്ടുന്നതല്ല, വീണ്ടും കാണാൻ ശ്രമിച്ചാൽ കിട്ടുന്നതല്ല, കാരുണ്യത്തിൽ കൂടി അനുവദിച്ചു തന്നതാണ് എന്ന തിരിച്ചറിവ് അവിടെയും അതും ഉണ്ടാക്കി. അപ്പോൾ തിരിച്ചറിയണം, എന്തറിയണം? ഈ ലോകത്തിൽ വന്ന് വാഴുന്നത് ഒരു മനുഷ്യനല്ല, സാക്ഷാൽ ജഗദീശ്വരൻ തന്നെയാണ് ഉടലോടുകൂടി ലോകത്തിൽ വാഴുന്നത് എന്ന പരമസത്യം തിരിച്ചറിയുമ്പോൾ ആ പരമാർത്ഥം മറ്റുള്ളവരോട് പറയുകയും മറ്റുള്ളവരിലേക്ക് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ തക്ക വിധത്തിൽ, ഞാനൊരു കാഴ്ച കണ്ടു, അത് മറ്റുള്ളവരെ കാണിക്കണം എന്ന് വിചാരിച്ച് കണ്ണുകുത്തി പൊട്ടിച്ചാൽ അകത്ത് കയറി കാണാൻ പറ്റുന്നതല്ല. നിർബന്ധമായി കണ്ണടപ്പിച്ച് ഒരു മണിക്കൂർ ഇരുത്തി നിങ്ങൾ അങ്ങനെ ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ കാണുന്നതല്ല. പക്ഷേ കാണാൻ വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങൾ ഈശ്വരൻ എന്നിൽ കൂടി നടത്തിയിരുന്നു എന്ന് ചിന്തിക്കാനും, ആ ഒരുക്കങ്ങളിൽ വന്ന അപാകതകൾ കൂടി പരിഹരിച്ച് എന്നിലേക്ക് ഇത് അനുഭവമാക്കിയത് എങ്ങനെയെന്നും, ആ കാരുണ്യത്തിന് വേണ്ടി ജീവിക്കേണ്ടത് എങ്ങനെയെന്നും ഒരു ആത്മാവ് തിരിച്ചറിഞ്ഞാൽ ആ വഴികളെ കൃത്യമായി മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവിടെയാണ് ഈ ആദർശ കർമ്മം പൂർത്തിയാകുന്നത്. അതാണ് ഈ ആദർശത്തിൽ കൂടി നിർവഹിക്കേണ്ടത്. അപ്പോൾ പലർക്കും, കാണുന്നവർക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്, പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ ഈ സന്നിധാനത്തിൽ എല്ലാ ഞായറാഴ്ചകളിലൂടെ എത്തുന്നവരുണ്ട്, മാസത്തിലൊരിക്കൽ വരുന്നവരുണ്ട്, മാസത്തിൽ 2 പ്രാവശ്യം വരുന്നവരുണ്ട്. ഓരോരുത്തരും പ്രത്യേക നിഷ്ഠയോടുകൂടി ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരാൻ ഈ ആർത്തി ഉണ്ടാകുന്നത്? ഇവിടെ നിന്ന് വയറു നിറച്ച് ആഹാരം കിട്ടുമെന്ന് വിചാരിച്ചാണോ? ഒരിക്കലുമല്ല. മതിവരാത്ത ആനന്ദം, മതിവരാത്ത ആനന്ദം എൻ്റെ ഗുരുവിൻ്റെ ദർശനത്തിലൂടെ, സ്പർശനത്തിലൂടെ, ശബ്ദങ്ങളിലൂടെ എന്നിലേക്ക് അനുഭവമാകുന്നു എന്ന ആർത്തിയോടെയാണ് സുഖം മതിയെ, സുഖം മതിയെ പരമഗുരുദേവാ, 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 സുഖത്തിനായി പരമപാതെ അടുത്തു വരുന്നടിയൻ, അങ്ങനെ ആ സുഖത്തെ ആശ്രയിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ഓടിയെത്തുന്നത്. അല്ലാതെ ഇവിടുത്തെ സൗഭാഗ്യങ്ങളോ സ്വത്തോ ധനമോ ധാന്യങ്ങളോ അല്ലെങ്കിൽ ഈ ആഹാരം കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല. എൻ്റെ ഗുരുവിനെ കാണുമ്പോൾ എനിക്ക് സുഖമാണ്, എൻ്റെ ഗുരുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് സുഖമാണ്. അങ്ങനെ സുഖം അന്വേഷിച്ച് തന്നെയാണ്, ആഗ്രഹിച്ച് തന്നെയാണ് വന്നതെങ്കിൽ നിങ്ങളൊന്ന് കൈ ഉയർത്തിക്കണ്ട. തിരുനാമങ്ങൾ സ്തുതിച്ചിടുന്നു, തിരുവിഷ്ടങ്ങൾ ചെയ്യുന്നു, തിരുനാമങ്ങൾ സ്തുതിച്ചിടുന്നു, തിരുവിഷ്ടങ്ങൾ ചെയ്യുന്നു, തിരുവുള്ളങ്ങൾ ഞാനുദിനമെന്നിൽ സുഖം തരണം ഭഗവാനേ, തിരുവുള്ളങ്ങൾ ഞാനുദിനമെന്നിൽ സുഖം തരണമേ ഭഗവാനേ. അങ്ങനെ സുഖത്തിന് വേണ്ടി ആർത്തിപ്പെടുന്ന എല്ലാ ഹൃദയങ്ങളിലും ഒരു കാര്യം നിശ്ചയമായി നിലനിർത്തണം, നിശ്ചയമായി അത് നിലനിർത്തണം. എന്താണത്? സത്യം.
സത്യനിയമങ്ങളിൽ കൂടി മാത്രമേ സുഖത്തെ ആത്മാവിൽ നിലനിർത്തുവാൻ കഴിയുള്ളൂ. എല്ലാവരും കാഴ്ച കണ്ടതുകൊണ്ടോ അല്പനേരം സുഖം അനുഭവിച്ചതുകൊണ്ടോ സുഖം നിലനിൽക്കുകയില്ല. അത് നിലനിൽക്കണമെങ്കിൽ, സ്ഥിരമായത് അനുഭവമാകണമെങ്കിൽ സത്യനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം ചെയ്യണം. അങ്ങനെ കണ്ണനെ കാണുവാനും കണ്ണൻ്റെ കഥകളെ മറ്റുള്ളവരിലേക്ക് പറയുവാനും ആ വിധത്തിൽ ദിവ്യാനുഗ്രഹങ്ങളും അനുഭൂതി വിശേഷങ്ങളും അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ച ഒരു ആത്മാവായിരുന്നു നമ്മുടെ കൃഷ്ണദാസാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അദ്ദേഹത്തിന് നാമകരണം ചെയ്ത എന്താണ്? കൃഷ്ണദാസ് എന്നാണ്. കാരണം ആ കണ്ണനെ കാണുന്നു എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകത്ത് ജീവിച്ചത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജീവിച്ചിട്ടുള്ള ആളാണ്. ഉന്നതമായ ഭാഗ്യമാണ് അദ്ദേഹത്തിന് ദൈവം കൊടുത്തത്. സന്യാസ സംഘത്തിൽ ഉൾപ്പെടുത്തി ഈ സന്നിധാനത്ത് ജീവിക്കുവാൻ ഭാഗ്യം കൊടുത്തു. ആ കുഞ്ഞുങ്ങളെല്ലാം ഈ സന്നിധാനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ ഭഗവാൻ ഒരുക്കി. ഇതെല്ലാം ആ ആത്മാവിൻ്റെ സൽക്കർമ്മത്തിൻ്റെ ഫലമാണ്. ദൈവം സ്വീകരിച്ചിരിക്കുകയാണ് ആ നിത്യാനന്ദത്തിലേക്ക്. അങ്ങനെ ഓരോരുത്തരും സത്യ നിയമത്തിൽ കൂടി ജീവിതം ചെയ്ത് ഉന്നതമായി പരമഭാഗ്യം കരസ്ഥമാക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വളരെ സന്തോഷമായ മറ്റൊരു ദിനം. നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് സർവജ്ഞാനോത്സവം നടക്കുകയാണ്. അവിടെ അധികം ഭവനങ്ങളൊന്നുമില്ല, ആശ്രമമില്ല. ഭവനങ്ങൾ തോറുമാണ് ആരാധനകൾ നടത്തുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി നടത്തും. എല്ലാ ആഴ്ചകളിലും ആരെങ്കിലും വിളിക്കും. ഇന്ന് അടിയൻ്റെ വീട്ടിലാണ് പ്രാർത്ഥന. ഞാൻ പറയും അനുഗ്രഹമായി നടക്കട്ടെ. ആൾ കുറവാണെങ്കിലും വളരെ ഗംഭീരമായ ഇവിടെ ആരാധന നടത്തും. അപ്പോൾ അവർക്കൊരാഗ്രഹം, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതൊന്ന് നടത്തണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാം ഒരുങ്ങി ഇന്ന് ആ പരിപാടി അവിടെ നടക്കുകയാണ്. ഗംഭീരമായ ഒരുക്കങ്ങളും പ്രകാശയാത്രയും ആരാധനയും എല്ലാം ഉണ്ട്. അതെല്ലാം ഉന്നതനാകുന്ന ദൈവം എഴുന്നള്ളി നിന്ന് ആനന്ദമായി നടത്തി എൻ്റെ സന്താനങ്ങളെയും സന്യാസിമാരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ നാളെ അമർനാഥിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കുകയാണ്. അത് ഉന്നതമായ നിലയിൽ നടത്തപ്പെടട്ടെ. അത് കഴിഞ്ഞ് 30-ാം തീയതിയാണ് അവിടുത്തെ സർവജ്ഞാനോത്സവം, അടുത്ത ഞായറാഴ്ച. അവിടെ ഈ ആളുകൾ എല്ലാവരും ജോലിക്കാരൊക്കെ ആയതുകൊണ്ട് എല്ലാ കമ്പനികളിൽ നിന്നും അവധിയൊന്നും അനുവദിക്കുകയില്ല. അപ്പോൾ പ്രതിഷ്ഠാകർമ്മം ലഘുവായ പരിപാടികളോടുകൂടി അങ്ങ് നടത്തിയിട്ട് ഞായറാഴ്ച ദിവസം സർവജ്ഞാനോത്സവമായിട്ട് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയിലും മഹാരാഷ്ട്രയിൽ സർവജ്ഞാനോത്സവമാണ്. അതിനിടയിൽ 27-ാം തീയതി നമ്മുടെ പൂഞ്ഞാർ ആശ്രമത്തിൻ്റെ വാർഷികവും സർവജ്ഞാനോത്സവവും നടക്കുകയാണ്. എല്ലായിടത്തും ഉന്നതമായ വിധത്തിൽ സർവശക്തി എഴുന്നള്ളി നിന്ന് നടത്തി എല്ലാവരെയും ആനന്ദിപ്പിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യം എന്നും നിലനിർത്തി ജീവിക്കുവാൻ വേണ്ടി ഈ ഓരോ കർമ്മങ്ങളെയും ശ്രദ്ധിക്കുകയും ഞാനിവിടെ നിന്ന് അറിയിക്കുന്ന അറിവിൻ പ്രകാരം ജീവിക്കുകയും ഇവിടെ നടക്കുന്ന കർമ്മങ്ങളിലൊക്കെ വന്ന് ബന്ധപ്പെടുകയും ഇപ്പോൾ പല വിധത്തിലുള്ള ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം ലോകത്തിൽ അവരവരുടെ ആവശ്യത്തിന് ഒന്നും തികയാത്ത ഒരവസ്ഥയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കിട്ടിയാലും അതിനനുസരിച്ച് ചിലവാണ്. ലോകം അങ്ങനെയാണിപ്പോൾ. അതിനിടയിലാണ് നമ്മുടെ ഈ കർമ്മങ്ങൾ. അപ്പോൾ അതിന് കുറേ ഞെരുക്കങ്ങൾ, പല കാര്യത്തിലും ഞെരുക്കം അനുഭവിക്കേണ്ടി വരും. ആശ്രമത്തിൽ വരാൻ വണ്ടിക്കൂലി വേണം, ഇവിടെ വന്നാൽ എന്തെങ്കിലും ഒരു നേർച്ചയോ ദക്ഷിണയോ ഒക്കെ കൊടുക്കണം, നടക്കുന്ന കർമ്മങ്ങളിൽ അവരവരുടേതായ ഒരു പങ്ക് വഹിക്കണം. ഇതെല്ലാം ഇതിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ചാണെങ്കിൽ പോലും ഇതെല്ലാം ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഞെരുക്കം പല കാര്യത്തിലുണ്ടാകും. അങ്ങനെ ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എൻ്റെ സന്താനങ്ങൾക്ക് പ്രകൃതി കൂടി ഈശ്വരനെല്ലാം ദാനം ചെയ്യുമാറാകട്ടെ. വിദേശ രാജ്യത്ത് കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസമായി നടന്ന കർമ്മങ്ങളെപ്പറ്റി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഗംഭീരമായ പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരവർഷം പോലെ ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം മതി വരുന്നില്ല. എത്ര പറഞ്ഞിട്ടും മതി വരാത്ത വിധത്തിലാണ് ഓരോരുത്തരും ഫോണിൽ കൂടെ വിളിച്ച് കരയാതെ സംസാരിച്ചവർ വളരെ ചുരുക്കമാണ്. 1-2 പേരേ ഉള്ളൂ കരയാതെ സംസാരിച്ചു. ബാക്കി എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. കാരണം സാധാരണ കരയുന്ന ദുഃഖം വരുമ്പോഴാണ്, ഇത് അങ്ങനെയല്ല, ആനന്ദം കൊണ്ട് കരയുകയാണ്. കാരണം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സുഖമാണ് അവിടെ ദൈവം പ്രത്യക്ഷമായി എന്നവർക്ക് അനുഭവമാക്കി. എൻ്റെ സന്താനങ്ങൾ ഒരുക്കിയ ഒരുക്കങ്ങളെല്ലാം എഴുന്നള്ളി നിന്ന് സ്വീകരിച്ചവരെ ആനന്ദിപ്പിച്ചു. അതവർക്ക് ആനന്ദമായി ഭവിച്ചു. സർവശക്തി എന്നും അവിടെ ഉന്നതമായ നിലയിൽ ഇതെല്ലാം നടത്തുവാനും ഉന്നതമായ ഒരു സ്ഥാപനം ആ രാജ്യത്തുണ്ടാകുവാനും മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ വന്ന് സമ്മേളനത്തിൽ സംസാരിച്ച
ആ രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ഈ ആദർശത്തിൽ ഒരു സ്ഥാപനം ഈ രാജ്യത്ത് എത്രയും വേഗം ഉണ്ടാകണം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ അറിയിച്ചിരുന്നു. അങ്ങനെ അവർ അവിടെ അറിയിച്ചിരിക്കുകയാണ്, അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എത്രയും വേഗം അത് പ്രാവർത്തികമായി കാണുവാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അതുപോലെ കുവൈറ്റിലും അടുത്ത ആഴ്ചയിൽ, അതായത് 7-ാം തീയതി, അവിടെയും സർവ്വജ്ഞാനോത്സവം നടത്തുവാൻ വേണ്ടി അവരെല്ലാം ഒരുക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ ഒരു അപകടം കാരണം പലവിധ നിയമങ്ങൾ കർശനമാക്കി പല ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനത്തിൽ യഥാവിധി കർമ്മങ്ങൾ നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഒരു തടസ്സവും കൂടാതെ, നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം, ഒരു തടസ്സവും കൂടാതെ കുവൈറ്റിലും സർവ്വജ്ഞാനോത്സവം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈയടിച്ച്, അങ്ങനെ ഉന്നതമായ യുദ്ധത്തിൽ അവിടെയും സർവ്വജ്ഞാനോത്സവം നടക്കുവാൻ ജഗദീശ്വരൻ അവിടെ ഒരുക്കി മനോഹരമാക്കി ദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ് നിങ്ങളെയും എന്നെയും വിളിച്ച് സന്തോഷം പറയുന്ന അവസ്ഥയിൽ അവിടെയും കർമ്മങ്ങൾ നടത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മർത്യജന്മത്തിൻ മാഹാത്മ്യമോരോന്നും മർത്യരിൽ തന്നെ ബോധ്യമാക്കിയിടുവാൻ വന്നു വാഴും
നിഷ്കളങ്ക ജ്ഞാനം സദ്ഗുരുവിന്റെ രൂപമാണ്. സദ്ഗുരു അവതാരമായി വന്ന് തെളിയിക്കുന്നത് ഈ നിഷ്കളങ്ക ജ്ഞാനമാണ്. എന്തിനു വേണ്ടി? മായാമറകളെ മാറ്റി ഓരോ ആത്മാവും നിഷ്കളങ്ക രൂപമാക്കി തീർക്കുന്നതിന് വേണ്ടി. ആ ലോകത്തിലേക്ക് നിയോഗിച്ചയച്ച ആത്മാക്കളിൽ വന്നുപോയ കുറവുകളെ നികത്തി നിഷ്കളങ്കരാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരന്റെ സൃഷ്ടി ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. ആ സൃഷ്ടി ഉദ്ദേശത്തിന് വിരുദ്ധമായ ചിന്ത, വാക്ക്, കർമ്മം ഇവ വന്നപ്പോഴാണ് ദുഃഖമുണ്ടായത്. ദുഃഖമുണ്ടായത്. ആ ദുഃഖമാണ് ലോകത്തിൽ സർവനാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. ദുഃഖം വർദ്ധിക്കും തോറും മനുഷ്യൻ അനാവശ്യമായ നടപടി ദോഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ലത് ചിന്തിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നില്ല, നന്മയെ കുറിച്ച് ചിന്തിക്കുന്നില്ല, പിന്നെയും പിന്നെയും ദുഃഖമാണ് വരുത്തുന്നത്. അങ്ങനെ ദുഃഖത്തിന് ആഗ്രഹം ആർക്കുമില്ല, ദുഃഖത്തിനായി കർമ്മം ചെയ്യുന്നില്ല. പക്ഷെ ദുഃഖം ഒഴിക്കുവാനുള്ള വഴി അറിയുകയില്ല. അങ്ങനെ ദുഃഖം ഒഴിക്കുവാനുള്ള നിഷ്കളങ്ക ജ്ഞാനത്തെ ഉപദേശിക്കുവാൻ നിഷ്കാമകർമ്മിയാകുന്ന ജഗദീശ്വരൻ വന്ന് പ്രത്യക്ഷമായി ലോകത്തിൽ വാഴുകയാണ്. നിഷ്കാമകർമ്മിയാകുന്ന ആ പ്രത്യക്ഷമായി വാഴുകയാണ്. അതുകൊണ്ടാണ് വിളിക്കുന്നത് പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിനാനന്ദം നൽകുന്ന ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിനാനന്ദം നൽകുന്ന ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിനാനന്ദം നൽകുന്ന ദൈവമേ. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന വിധത്തിലുള്ളതായതുകൊണ്ടാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ആ പ്രത്യക്ഷ ദൈവത്തെ കാണുന്നു എന്ന് പരിപൂർണമായ ബോധ്യം ആ ഈ ശരീരമായി കണ്ടാൽ അത് ഉണ്ടാവുകയില്ല. മാറി മാറിയാണ് ശരീരത്തെ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ച വസ്ത്രമല്ല ഈ ആഴ്ച ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതായിരിക്കില്ല അടുത്ത ആഴ്ച ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മാറി മാറി വസ്ത്രങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ അനുയോജ്യമായ ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വാഴുന്നത് ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തി ഓരോ ദേഹങ്ങളെ സ്വീകരിച്ച് അതിലേക്ക് ഉൾപ്രവേശനം ചെയ്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ദർശനം നൽകുന്നത് ആരാണ് എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് കാണുന്നത് ദൈവത്തെയാണെന്ന് തിരിച്ചറിയുന്നത്. ഓ പ്രത്യക്ഷമായി വന്നു വാഴുന്ന ദൈവത്തെ കണ്ണുകൊണ്ടു തന്നെ കണ്ടിടുന്നു. പ്രത്യക്ഷമായി വന്നു വാഴുന്ന ദൈവത്തെ കണ്ണുകൊണ്ടു തന്നെ കണ്ടിടുന്നു. ലോകത്തെ സൃഷ്ടിച്ച ജ്ഞാനബ്രഹ്മം എന്റെ കർണങ്ങൾ കൊണ്ടു ഞാൻ കേട്ടിടുന്നു. ജ്ഞാനബ്രഹ്മം
കേൾക്കുന്നതും ഒരു സാധാരണ മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു സന്യാസിയുടെ ശബ്ദമല്ല, ഒരു മഹർഷിയുടെ ശബ്ദമല്ല. ഇത് സാക്ഷാൽ ഉടയവനാകുന്ന ദൈവത്തിന്റെ ശബ്ദമാണെന്ന് ആത്മാവിൽ ബോധമുണ്ടാകണമെങ്കിൽ ദൈവം തെളിയിക്കുന്ന തെളിവുകളെ ആത്മാവിൽ സ്വീകരിച്ച് സത്യജീവിതം ചെയ്യണം. ആ സത്യജീവിതത്തിൽ കൂടി ഉൾപ്രകാശത്തെ ആത്മപ്രകാശമായി ആത്മാവിൽ കാണണം. അങ്ങനെ ആത്മപ്രകാശം ആത്മാവിൽ വരുമ്പോഴാണ് ആത്മബോധം ഉദിക്കുന്നത്. ആത്മബോധത്തിൽ കൂടി മാത്രമേ ബോധസ്വരൂപനാകുന്ന ഗുരുവിനെ തിരിച്ചറിയാൻ കഴിവുണ്ടാവുകയുള്ളൂ. ഞാൻ പലപ്പോഴും അറിയിക്കാറുണ്ട്, ഭാഗ്യമായ പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് അതാണ് ഗുരു എന്ന് ചിന്തിച്ചാൽ, രോഗശാന്തി, പാപശാന്തി, ഭൂതശാന്തി ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ട്, അതൊക്കെയാണ് അതിന്റെ വ്യവസ്ഥ എന്ന് ചിന്തിച്ചാൽ, അല്ല, ആ ശാന്തികൾക്കൊക്കെ ശാന്തി നൽകുന്ന, സർവത്തിനും ശാന്തി നൽകുന്ന, ശാന്തിക്കു ശാന്തി, ശുഭാനന്ദ ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി, ഏവർക്കും ഏതിനും ശാന്തി. ഫലമറിയാത്ത ആത്മാക്കൾ എങ്ങനെ പരലോകപ്രാപ്തിയിലെത്തുന്നു? സാധ്യമല്ല. ഗുരു ആരാണെന്ന് ഹൃദയത്തിൽ അറിയണം, തിരുനാമം ഉരുവിടണം, അകതാൽ ഉരുവാകണം, ഗുരുരൂപം തെളിയണം. അപ്പോഴാണ് ഗുരു ആരാണെന്നും പരലോകം എന്താണെന്നും പരമാനന്ദം എന്താണെന്നും അറിവാകുന്ന അനുഭവമാകുന്നത്. അപ്പോൾ അന്വേഷിച്ചലയുന്ന ആ അന്വേഷണങ്ങളൊക്കെ നിർത്തിവെക്കും. എന്താണ് അന്വേഷിക്കുന്നത്? പരലോകം തേടി നടക്കുകയാണ് പല ആളുകളും. കാണാൻ പറ്റുന്ന അത്ര നിലയിലാണല്ലോ ആകാശം കാണുന്നത്. അതിന് മുകളിലോട്ടും താഴോട്ടും കാണാൻ പറ്റുന്നില്ല. അടുത്ത് നിൽക്കുന്ന ആകാശത്തിനെ കാണുന്നില്ല. ദൂരെ നിൽക്കുന്ന ഒരു പരിധി കഴിഞ്ഞുള്ള മേഘങ്ങളെയാണ് കാണുന്നത്. അതാണ് ആകാശം എന്ന് ചിന്തിക്കുന്നത്. അതിന് മുകളിലോട്ടും ഇതുണ്ട്, അതിനെ കാണാൻ മനുഷ്യന് കഴിവില്ല. അപ്പൊ താഴോട്ടും കാണുന്നില്ല, മുകളിലോട്ടും കാണുന്നില്ല. കണ്ണിന്റെ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അതിന് അതുവരെ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കാണുന്ന ആകാശത്തിന് മുകളിൽ എവിടെയാണ് ഈ പരലോകം എന്നാണ് പലരുടെയും തീരുമാനം. അങ്ങനെയല്ല. പരലോകം തേടിയിടേണ്ട, പരലോകം ഇവിടെ തന്നെ. എവിടെയാണ് പരലോകം? പരമാർത്ഥം അറിയുന്ന പരന്മാരിലാണ് പരലോകം ഇരിക്കുന്നത്. പരമാർത്ഥം അറിയിക്കുന്നത് ആരാണ്? പറയാനായി പറയൻ വന്നു, പരമാർത്ഥങ്ങൾ പറയുന്നു. പറയാനായി പറയൻ വന്നു, പരമാർത്ഥങ്ങൾ പറയുന്നു. അപ്പൊ പരമാർത്ഥം പറയുന്ന പറയനാണ് ശുഭാനന്ദദേവൻ. അത് പറയണമെന്നൊരു ജാതിയല്ല. അങ്ങനെ ഒരു ജാതി ഇല്ലല്ലോ, ഒരു ജാതിയും ഇല്ലല്ലോ. ഈശ്വരൻ അവതാരമായി വന്ന് തെളിയിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന തത്വം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന തത്വം. മനുഷ്യരിൽ
പറയുവാനല്ല, ഒരു ജാതിയുടെ നേതാവായിട്ടുമല്ല, മനുഷ്യകുലങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണ് ജഗദീശ്വരൻ അവതാരമായി വന്നത്. അപ്പോ ബാക്കിയുള്ള സൃഷ്ടിജാലങ്ങളൊന്നും തന്റേതല്ലേ, എല്ലാം തന്നിൽ നിന്നുണ്ടായതാണ്. പക്ഷേ ഈ സൃഷ്ടിജാലം ആസകലം അവരവരുടെ കർമ്മങ്ങൾ ഒടുക്കി അതിനെ പൂർത്തീകരിക്കുന്നത് മനുഷ്യജന്മമായിട്ടാണ്. അങ്ങനെ കോടാനുകോടി ജന്മമോ ഭൂമിയിലെടുത്തു ഞാൻ, മനുഷ്യജന്മം ലഭിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ സ്വീകരിക്കുന്നു എന്നാണ്? ഈ പ്രകൃതിയെ മുഴുവനായും താൻ സ്വീകരിക്കുകയാണ്. പൂർണ്ണമായി സ്വീകരിക്കാനാണ് മനുഷ്യനെ സ്വീകരിക്കുന്നത്. അങ്ങനെ മനുഷ്യകുലങ്ങളുടെ രക്ഷകനായ അവതാരമായി വന്ന ജഗദീശ്വരനെ ഒരിക്കലും ഒരു ജാതിയുടെ നേതാവായിട്ടോ അല്ലെങ്കിൽ നായകനായിട്ടോ നിങ്ങൾ ചിന്തിക്കരുത്, ചിത്രീകരിക്കരുത്. അങ്ങനെ ചിത്രീകരിച്ചാൽ അവിടെ എന്റെ കണിക പോലും കാണാൻ കഴിയില്ല. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന തത്വത്തെ എഴുതി വെക്കാനല്ല, ആത്മാവിൽ ഉറപ്പിക്കാനാണ് ഞാൻ അവതാരമായി വന്ന് വാഴുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ തന്നെ മാറാതെ ലോകത്തിൽ വാഴുന്നത്. അല്ലാതെ ആരുടെയും സ്വാർത്ഥത ആത്മബോധോദയ സംഘത്തിനുള്ളിൽ നടത്തുവാൻ ഞാൻ അനുവദിക്കുകയില്ല. നിസ്വാർത്ഥമായ സേവന കർമ്മങ്ങളെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആരെല്ലാം ഏതെല്ലാം വിധത്തിലുള്ള സ്വാർത്ഥപരമായ ചിന്തയോ വാക്കോ കർമ്മമോ ചെയ്യുന്നോ അവർക്കാർക്കും നിത്യമായ വാഴ്ച ഇവിടെ അനുവദിക്കുകയില്ല. ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. അവരെല്ലാം അതിന്റെ സമയമാകുമ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരും. അതുകൊണ്ട് പരാർത്ഥ കർമ്മവും പരമഭക്തിയും കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുക. അങ്ങനെ പരമാത്മാവിന്റെ കാരുണ്യത്തെ കൈവശമാക്കുവാൻ വേണ്ടി പരാർത്ഥ കർമ്മങ്ങൾ, ഉന്നതമായ നിഷ്കാമ കർമ്മങ്ങളിലേക്ക് നിങ്ങളെ ആനയിക്കും. അങ്ങനെ ആയിത്തീരുവാൻ ജഗദീശ്വരൻ നിങ്ങളിൽ ഉത്ബോധമായി വാഴുമാറാകട്ടെ. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ദൈവം ഈ ലോകത്തിൽ ശുഭാനന്ദ നാമം സ്വീകരിച്ചുകൊണ്ട് അവതാരമായി വന്ന് വാഴുന്നു എന്ന പരമസത്യം ഇപ്പോഴും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആത്മാക്കളുണ്ട്. ഈ ഇരിക്കുന്ന ആത്മാക്കൾ എന്നെ അറിഞ്ഞവരുടെ കാര്യമല്ല പറയുന്നത്, അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ആ വിധത്തിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവരെയും അറിയിക്കത്തക്ക വിധത്തിൽ ഈ നാമം അവരുടെ കർണങ്ങളിൽ എത്തിക്കത്തക്ക വിധം, അവരുടെ ശ്രദ്ധയിൽ എത്തിക്കത്തക്കവണ്ണം ഉന്നതമായ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷങ്ങൾ നടത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് പരിപൂർണമായ പരമാനന്ദത്തിൽ നടത്തണമെന്ന് ആഗ്രഹവും ആർത്തിയുള്ളവരെന്ന് കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. അങ്ങനെ ജന്മിയാകുന്ന ഗുരുവിന്റെ തിരിച്ചുവരവും തിരുവാഴ്ചയും ഉന്നതമായി അനുഭവിച്ച എന്റെ ഓമനമിത്രങ്ങളും ആനന്ദമായി അനുഭവിച്ച എന്റെ ഓമനമിത്രങ്ങളും അതിനുശേഷമുള്ള വാഴ്ചകളിലൂടെ എന്നെ അറിഞ്ഞവരും എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഒരുങ്ങുക. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. അനേകം കാര്യങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഈ സ്ഥാപനത്തിനുള്ളിലും പുറമേയുമായി നടക്കേണ്ട പല കാര്യങ്ങളുണ്ട്.
പല ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ജന്മനക്ഷത്ര ശതാബ്ദി സ്മാരകമായി നിർമ്മിച്ചിരിക്കുന്ന ആ മഹാസൗധത്തിന്റെ പെയിന്റിംഗ് കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സമാധി മന്ദിരവും വളരെ മനോഹരമായി പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശസ്തരായ കലാകാരന്മാരെ കൊണ്ട് തന്നെ അതിന്റെ പെയിന്റിംഗ് കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, വളരെ മനോഹരമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? കൈ ഉയർത്തി കണ്ടാൽ. അങ്ങനെ എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ സന്നിധാനത്തിൽ അറിഞ്ഞും കേട്ടുമൊക്കെ പലരും വന്നു ചേരുമ്പോൾ എല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് കണ്ടാൽ ആർക്കാണ് അതിന്റെ അഭിമാനം? എന്റെ സന്താനങ്ങളാകുന്ന നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വീണ്ടും അനേക കാര്യങ്ങൾ നമുക്ക് ഒരുങ്ങാനുണ്ട്. അതുപോലെ ഓരോ ശാഖാശ്രമങ്ങളെയും ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രദേശങ്ങളിൽ അഥവാ സമീപ പ്രദേശങ്ങളിൽ പ്രത്യേകമായി നടത്തുന്ന സ്ഥാപനങ്ങളിലും വിശിഷ്ട വ്യക്തികളിലും ഈ അറിവുകൾ എത്തിക്കുവാനും ഇതിന്റെ ഒരു ക്ഷണക്കത്ത് അവർക്ക് കൊടുക്കുവാനും ശാഖാതലത്തിൽ ഒരു പ്രവർത്തനം അത്യാവശ്യമായിരിക്കുകയാണ്. അതിന് ശാഖകളിൽ നേതൃത്വം കൊടുക്കുന്ന ഭക്തന്മാരും ഇവിടെ നിന്ന് നിയോഗിക്കുന്ന ഒരു സന്യാസിയും ചേർന്ന് ഓരോ സ്ഥലങ്ങളിലും പോയി ക്ഷണക്കത്ത് കൊടുത്ത് അവരെല്ലാം ഇത് അറിയിക്കണം. എല്ലാവരും കൂടി ഇനി വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചല്ല, എന്നാലും ഇങ്ങനെ ഒരു ഗുരുവിടെ വാഴുന്നുവെന്നും മാറ്റമില്ലാതെ വാഴുന്ന ഒരു ശക്തിയാണെന്നും അറിയാത്തവരിലേക്ക് അറിയിക്കുവാനുള്ള ഉദ്യമമാണ് ഈ നടത്തുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ഗുരുവിന് മാറ്റമില്ല എന്നുള്ള സത്യം നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ബോധ്യമുള്ളവരൊന്ന് കൈ ഉയർത്തി കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ ഇനി പറയാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇതൊരു അവസരമാണ്. എന്റെ ഗുരുനാഥൻ മാറാതെ ലോകത്തിൽ വാഴും എന്ന് കൽപ്പിച്ച കൽപ്പന പ്രകാരം അന്നുണ്ടായിരുന്നവർക്ക് അത് പലർക്കും സംശയമായിരുന്നു. കാരണം അതിനു മുമ്പ് അങ്ങനെ ഒരു ചരിത്രം ആരും കേട്ടിട്ടില്ല. യേശുദേവൻ പോയിട്ട് വരുമെന്ന് അറിയിച്ചു, ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് നമ്മുടെ ഭക്തന്മാരും ജീവിച്ചിരുന്നത്. അപ്പൊ അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള പലരും ഉണ്ടായിരുന്നു. എന്നാൽ സാധുക്കളായ കുറച്ചുപേർ അതിനുവേണ്ടി കാത്തിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആ എഴുന്നള്ളത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കാത്തിരുന്നവരുടെ മധ്യത്തിലേക്ക് ദൈവം തിരിച്ച് എഴുന്നള്ളി വന്ന് വാണിരുന്നു. ആ വാഴ്ചയെ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമാക്കി തന്നത്, ആ തിരുശബ്ദത്തെ ലോകത്തിൽ പ്രാവർത്തികമാക്കി തന്നത് ആനന്ദജി ഗുരുദേവനിൽ കൂടിയാണ്, ഞങ്ങളുടെ അമ്പോറ്റിയിൽ കൂടിയാണ് എന്ന് ചങ്കൂറ്റത്തോടുകൂടി നിന്നുകൊണ്ട് പറയുവാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണോ? എങ്കിൽ പറയണം പരമാർത്ഥം പരന്മാരോടോരോന്നായി പറയണം
പറയുമ്പോഴാണ് ഒരു ശിഷ്യൻ പൂർണ്ണമാകുന്നത്. ഒരു സംശയം ഉള്ളിൽ ഇരുന്നുകൊണ്ട് പുറമെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശിഷ്യനാവുകയില്ല. ആ സംശയം ഇരിക്കുന്നിടത്തോളം ശിഷ്യൻ എന്ന പദവിക്ക് അർഹനല്ല. സംശയമറ്റ ദൃക്സാക്ഷിയായി ഗുരുരൂപത്തെ അകതാരിൽ കാണണം. അപ്പോഴേ പരമാർത്ഥം പറയാൻ പറ്റുകയുള്ളൂ. ദൈവമാണ് ലോകത്തിൽ വാഴുന്നതെന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാൻ കഴിയുള്ളൂ. ഈ സംശയം ഇരുന്നാൽ ആരെങ്കിലും ഇന്നതരായ വ്യക്തികളുടെ മുന്നിൽ വരുമ്പോ ഈ കാര്യം പറയാതെ ഒഴിഞ്ഞു പോകാനേ ശ്രമിക്കുകയുള്ളൂ. കൂടിപ്പോയാൽ പറയും ഞങ്ങളുടെ ആശ്രമത്തിലെ ഗുരുദേവന്റെ ജന്മദിനമാണ്, അവിടുന്ന് വരണേ എന്ന് പറയും. കാര്യമൊന്നും പറയുകയില്ല. കാരണം ഈ സംശയം ഉള്ളിലിരിക്കുകയാണ്. അയാൾ എന്തെങ്കിലും ആക്ഷേപിച്ചെങ്കിലോ എന്ന സംശയമാണ്. പരിഹാസം ദുഷി കേട്ടാലും എന്റെ പരമാത്മാവിനെ മതി എനിക്ക് എന്ന് തീരുമാനമുള്ള ഹൃദയങ്ങൾ ശങ്കൂറ്റത്തോടുകൂടി പറയും, എന്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. എന്റെ ഈ ആശ്രമ മന്ദിരത്തിനുള്ളിലിരുന്നു കൊണ്ട് ഒച്ച വെച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. അറിയാത്തവരുടെ മുന്നിൽ ചെന്ന് അവരവരുടെ ലോക നിലവാരം അനുസരിച്ച് അവരുടെ മുന്നിൽ വിനയപ്പെട്ട് അവരോട് ബഹുമാനത്തോടുകൂടി ആ തമ്പുരാന്റെ വർണ്ണനങ്ങളെ പറയുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകണം. അപ്പോഴാണ് പരമാർത്ഥം പറയുവാൻ വന്ന പറയന്റെ രൂപം അകതാരിൽ മിന്നിത്തിളങ്ങുന്നത് കാണുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നത്. അങ്ങനെ ധാരാളം അവസരങ്ങൾ ഈ ആത്മബോധോദയ സംഘത്തിനുള്ളിലുണ്ട്. എന്തിനു വേണ്ടി? മനുഷ്യ ജന്മത്തിന്റെ മഹത്വത്തെ മനതാരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും വേണ്ടി. ആ സന്ദർഭങ്ങൾ വിനിയോഗിക്കുവാനാണ് ആത്മാക്കൾ പരിശ്രമിക്കേണ്ടത്. ഓരോ ദിവസവും നിങ്ങൾ 2-3 നേരം പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച് അറിയിച്ചിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? എന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ വേണ്ട, ഒരൊറ്റ പ്രാർത്ഥന മതി. കൃത്യവും സത്യവുമായ ഒരു പ്രാർത്ഥന മതി ഒരു ജന്മം പൂർണ്ണമാകാൻ. പക്ഷെ ആ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ പരിപൂർണ പ്രശോഭയിൽ നിർത്തിക്കൊണ്ട് പരമാത്മരൂപത്തോട് താദാത്മ്യം പ്രാപിച്ച് ആ തൃപ്പാദത്തിലേക്ക് ആ പ്രാർത്ഥന അർപ്പിക്കുവാൻ നിങ്ങൾക്ക് എപ്പോൾ കഴിയുന്നു അപ്പോൾ മാത്രമേ ആ പ്രാർത്ഥന കൊണ്ട് ഫലമുള്ളൂ. ആ ഒരു പ്രാർത്ഥന മതി, അല്ലാതെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പിന്നെ അവർ പ്രാർത്ഥിച്ചില്ലേലും ഒരു കുഴപ്പമില്ല, കുളിച്ചില്ലേലും നനച്ചില്ലേലും കുഴപ്പമില്ല. എന്തെല്ലാം കാര്യങ്ങൾ ലോകവശാലുള്ളത് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തണം. ആ നിഷ്കളങ്ക ജ്ഞാനഹൃദയം ആത്മാവിൽ തിളങ്ങാതെ ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അപ്പോൾ യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോഴെപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി നിങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളാണ്. ഞാനിവിടെ നിന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ അറിയിക്കുന്നത് പരോപകാരമായ പല കാര്യങ്ങളെ കുറിച്ചും അറിയിച്ചിട്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അങ്ങനെ പരോപകാരമായ പ്രാർത്ഥനകൾ നിങ്ങളിൽ കൂടി സംഭവിക്കുമ്പോൾ ആ പരമാത്മപ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരും. അപ്പോൾ നിങ്ങളിലൊരു പരിശുദ്ധി രൂപീകരിക്കപ്പെടും. ആ പരിശുദ്ധി നിരന്തരമായി വർദ്ധിതമായി വരുമ്പോൾ ആ നിഷ്കളങ്ക ജ്ഞാനഹൃദയം നിങ്ങൾ രൂപീകരിക്കപ്പെടും. ആ നിരന്തരമായ പ്രാർത്ഥനയിൽ കൂടി നിങ്ങളിൽ ആർജിച്ചെടുക്കേണ്ടുന്ന ആ നിഷ്കളങ്ക ഹൃദയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ അറിയിച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്
പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജന്മം ഒരു പ്രാർത്ഥനയായി മാറണം. അപ്പോൾ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും. എങ്ങനെ? പ്രാർത്ഥനയായി തീർന്നാൽ പ്രാർത്ഥന ദൈവത്തിന്റെ രൂപമായി മാറുകയാണ്. അപ്പോൾ നിരന്തരമായി പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു അല്ലെ 10 ദിവസം പ്രാർത്ഥിച്ചു, ഫലം ഉണ്ടായില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ പ്രാർത്ഥന തന്നെ നിങ്ങളുടെ രൂപാന്തരത്തിന് വേണ്ടിയുള്ളതാണ്. ഓരോ ആവശ്യങ്ങളും നിറവേറ്റുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനുള്ള പ്രാപ്തി നിങ്ങളിൽ ഉണ്ടായി വരികയാണ്. അങ്ങനെ പ്രാപ്തി ഉണ്ടായി വന്നാലേ പ്രാപ്തനാകുന്ന ദൈവത്തിന്റെ രൂപമായി മാറുകയുള്ളൂ. അങ്ങനെ ദൈവരൂപമാക്കി തീർക്കുവാൻ ദൈവം വന്നു നിന്ന് പ്രവർത്തിക്കുന്നു എന്ന സത്യമാണ് ലോകത്തോട് പറയേണ്ടത്. അപ്പൊ നിരന്തരമായി കർമാനുഷ്ഠാനങ്ങളിൽ കൂടി എന്താണ് ഗുരു ഉദ്ദേശിക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കണം. അല്ലാതെ എതിരഭിപ്രായങ്ങൾ പറയുകയും എതിര് പറയുന്നവരോട് കൂടെ കൂടുകയും ചെയ്യുന്നതിലല്ല കാര്യം. എല്ലാ കാര്യത്തിലും 2-3 അഭിപ്രായം പറയുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊരു പഴമൊഴി പറയാറുണ്ട്, അമ്മയെ തല്ലിയാലും 2 അഭിപ്രായം. അതാണ് ലോകത്തിന്റെ അവസ്ഥ. അങ്ങനെ രണ്ടാമതൊരു അഭിപ്രായം അമ്മയെ തല്ലുന്നതിന്റെ പേരിൽ വരേണ്ട ആവശ്യമുണ്ടോ? അമ്മയെ തല്ലിയാൽ അത് ഏറ്റവും വലിയ പാപമാണ്. അതിന് രണ്ടാമതൊരു അഭിപ്രായം ഇല്ല. അമ്മ ഇനി എന്ത് പാപം ചെയ്ത ആളാണെന്നിരിക്കട്ടെ, അമ്മ അമ്മയാണ്, അതിനപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ട് അമ്മയെ തല്ലുന്നത് പാപം തന്നെയാണ്. അതിന് മറ്റൊരു അഭിപ്രായം പറഞ്ഞ ആ ആളിനെ സപ്പോർട്ട് ചെയ്താൽ ആ സപ്പോർട്ട് ചെയ്യുന്ന ആള് അതിനേക്കാൾ വലിയ പാപിയായി മാറുകയാണ്. അങ്ങനെയുള്ള ഈ ലോകത്ത് എതിരഭിപ്രായങ്ങൾ കേൾക്കുകയും എതിരഭിപ്രായം പറയുകയും എതിരഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ പ്രാപ്തരാകുന്ന ദൈവത്തെ ആ അകതാരിലെങ്ങും കണി കാണാൻ പോലും ലഭിക്കില്ല. കണ്ണനെ കണി കാണണം, ഉള്ളിൽ കണി കാണണം, കണ്ണനെ കണി കാണണം, ഉള്ളിൽ കണി കാണണം, കണ്ണനെ കണി കാണണം, ഉള്ളിൽ കണി കാണണം, ഒരുപാട് വിഷമിപ്പിക്കുന്നില്ല. കണ്ണനെ കണി കാണണം, അതാണ് അതിന്റെ സാരം. ഉന്നതമാകുന്ന കണ്ണന്റെ രൂപത്തെ അകതാരിൽ കണി കണ്ടുണരുന്ന അവസ്ഥയെ ഉണ്ടാക്കി തരുവാനാണ് കണ്ണൻ പ്രത്യക്ഷമായി നിന്ന് ഈ കളികളൊക്കെ നടത്തുന്നത്. അങ്ങനെ കളികൾ കാണുവാൻ, ലീലാ വിനോദങ്ങൾ കണ്ട് നിങ്ങൾക്കും ആനന്ദിക്കുവാൻ ദൈവം നിങ്ങളെല്ലാം അനുവദിക്കട്ടെ. ഉന്നതമാകുന്ന ഈ സർവജ്ഞാനോത്സവത്തിന്റെ സജീവ പ്രവർത്തകരായി തീരുവാൻ ഈ വരുന്ന ദിനങ്ങളിൽ നിങ്ങൾ ഒത്തുനിന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ നിങ്ങളെ ഇതാ അറിയിക്കുകയാണ്, ആഹ്വാനം ചെയ്യുക. അത് പ്രകാരം നിങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. സർവശക്തി എല്ലാം ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. വിദേശ രാജ്യങ്ങളിൽ നടന്ന കർമ്മങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിപ്പെടാം. ഇനിയും നടക്കാനുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന നാസിക്കിലെ ആഘോഷങ്ങൾ ആനന്ദകരമായി പരിസമാപ്തിയിലെത്തുവാൻ സർവശക്തിയോട് യാചിക്കാം.
പരിസമാപ്തിയിലെത്തുവാൻ സർവശക്തിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. 27-ാം തീയതി പൂഞ്ഞാറ്റിൽ നടക്കുന്ന കർമ്മങ്ങളും ആനന്ദമായി നടക്കുവാൻ പ്രാർത്ഥിക്കാം. 27-ാം തീയതി പൂഞ്ഞാറ്റിൽ നടക്കുന്ന കർമ്മങ്ങളും ആനന്ദമായി നടക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 30-ാം തീയതി അമർനാഥിൽ നടക്കുന്ന കർമ്മങ്ങളും ആനന്ദമായി നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഉന്നതനാകുന്ന ദൈവത്തിന്റെ ജന്മനക്ഷത്രത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ജൂലൈ മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ആനന്ദ നടനം, ശുഭാനന്ദ നടനം, ആനന്ദ നടനം, ശുഭാനന്ദ നടനം, ഭക്ത ഹൃദയങ്ങളിൽ ആരാധന നടനം, ഭക്ത ഹൃദയങ്ങളിൽ ആരാധന നടനം, ആനന്ദ നടനം, ശുഭാനന്ദ നടനം, ഭക്ത ഹൃദയങ്ങളിൽ ആരാധന നടനം. അങ്ങനെ ആനന്ദ നൃത്തമാടുന്ന ശുഭാനന്ദ രൂപത്തെ ആ 10 ദിവസങ്ങളിലും വന്നുചേരുന്ന സർവാത്മാക്കൾക്കും ഹൃദയത്തിൽ അനുഭവമാകുവാൻ നിങ്ങൾ ഹൃദയം ഒരുക്കിക്കൊണ്ട് വന്നു ചേരുക. സർവശക്തി ഇതാ പ്രത്യക്ഷമായി നിങ്ങളെ മാടി വിളിക്കുകയാണ്. സർവശക്തി പ്രത്യക്ഷമായി നിന്ന് നിങ്ങളെ ഇതാ മാടി വിളിക്കുകയാണ്. ഉന്നതമായ ആ ആനന്ദ ലഹരിയിൽ ആറാടുവാൻ ജഗതീശ്വരൻ സർവജ്ഞാനോത്സവം ആനന്ദോത്സവമായി നടത്തി തരട്ടെ. വിവിധ ശാഖകളെ ക്രമീകരിച്ച് ജന്മനക്ഷത്ര സ്തുതി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 2 വശത്തു നിന്നുമുള്ള ആത്മാക്കൾ ആ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ഇറങ്ങി കാൽനടയായി ഓരോ ദിവസവും വന്നു ചേരണം. അപ്പൊ അതിന്റെ ഒരു വിളംബരം പോലെ ആ ചെറിയ ചെറിയ ഘോഷയാത്രകൾ അങ്ങനെ നടത്തി 9-ാം ഉത്സവമാകുമ്പോൾ നമ്മൾ രഥവാഹന ഘോഷയാത്രയിലേക്ക് എത്തുകയാണ്. അത് കഴിയുമ്പോൾ അന്ന് വൈകിട്ട് തന്നെ പ്രകാശയാത്ര നടത്തും. പിറ്റേ ദിവസമാണ് ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തുന്നത്. ചെന്നിത്തല വാഴക്കൂട്ടം കടവിൽ സ്ഥാപിച്ചിരിക്കുന്ന ആനന്ദ മന്ദിരത്തിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനകളോടുകൂടി ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തും. 8-ാം ഉത്സവ ദിനമാകുന്ന ആ 19-ാം തീയതി ആ ഉന്നതമായൊരു സമ്മേളനവും സദ്യയും ചെന്നിത്തലയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ആ തപസ് കഴിഞ്ഞ് ആദ്യമായി വന്ന പ്രദേശമാണ് ചെന്നിത്തല. ആ 2-ാം ആഴ്ചയിലും അനേക സന്ദർഭങ്ങളിൽ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് 4-മതായി എനിക്ക് ശരീരത്തെ ഞാൻ സ്വീകരിച്ചത്. അങ്ങനെ സർവ്വവിധത്തിലും ആ ഉന്നതമായ ഒരു പ്രദേശമാണ് ചെന്നിത്തല. അവിടെ നിന്നും ആ സമ്മേളനങ്ങളും ആ കലാപരിപാടികളും സദ്യയും എല്ലാം നടത്തി ആ നമ്മൾ ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തും. അതെല്ലാം ഉന്നതമായി ഒരുക്കി നടത്തപ്പെടുവാൻ സർവശക്തി എല്ലാം എന്റെ സന്താനങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. അവിടെ സാധുക്കളായ കുറെ സന്താനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്റെ ഓമന കുഞ്ഞുങ്ങൾ ചെന്നിത്തലയിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവർ ആർത്തിയോടെ പല കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും വന്ന് എന്നോട് ചോദിക്കുകയും ആവശ്യമുള്ളത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ ഒരുക്കങ്ങളോടുകൂടി എല്ലാം ആനന്ദമായി നടത്തപ്പെടുവാൻ സർവശക്തി അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. നിങ്ങളുടെ നേർച്ച കാഴ്ചകളെ ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ഉന്നതമായ ആദർശത്തിൽ ഒത്തുജീവിച്ച്
ജീവിച്ച് ഉന്നതമായ ഈ ആദർശത്തിൽ ഒത്തുജീവിച്ച് എന്നും ആനന്ദയുക്തരായി ജീവിതം ചെയ്യുവാൻ എന്നും ആനന്ദയുക്തരായി ജീവിതം ചെയ്യുവാൻ മരണാനന്തരം ആനന്ദത്തിൽ ചെന്ന് ചേരുവാൻ മരണാനന്തരം ആനന്ദം മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം ഇന്നേ ദിവസം സംപൂജ്യനായ നമ്മുടെ കൃഷ്ണദാസ് സ്വാമിയുടെ പൂജ്യനായ യേശുദാസ് സ്വാമിയുടെ ആത്മശാന്തി പ്രാർത്ഥനയും ആത്മശാന്തി അതിനോടനുബന്ധിച്ചുള്ള വിളക്ക് സമർപ്പണവും അതിനോടനുബന്ധിച്ചുള്ള വിളക്ക് സമർപ്പണം അന്നദാനവുമാണ് നടക്കുന്നത്. പ്രധാനമാണ് നടക്കുന്നത്. നിലവിളക്ക് ഞാൻ സ്വീകരിച്ചു. അതിനോടൊപ്പം മഹാശക്തി അതോടൊപ്പം ആത്മാവിനെ ഇതാ നിത്യാനന്ദത്തിലേക്ക് ലയിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആത്മാവിനെ നിത്യാനന്ദത്തിലേക്ക് ഇനി നമുക്ക് സത്യവ്രത സ്വാമിയും കടന്നു നിൽക്കുകയാണ്. സ്വാമി കടന്നു നിൽക്കുക. അതിന്റെ കർമ്മങ്ങളും ജൂലൈ മാസം 7-ാം തീയതി നടക്കാനുണ്ട്. അതിന്റെ കർമ്മങ്ങൾ ജൂലൈ മാസം 7-ാം തീയതി നടക്കും. അത് ഉന്നതമായ നിലയിൽ നമുക്ക് നടത്തി അത് ഉന്നതമായ നിലയിൽ നടത്തി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവത്തിന്റെ ഉന്നതനായ ദൈവത്തിന്റെ മഹാതപസ്സിനെ മഹാതപസ്സിനെ ലോകമുമ്പാകെ വിളംബരം ചെയ്യുവാൻ ലോകമുമ്പാകെ വിളംബരം ഇതാ ചെയ്യുവാൻ മഹാഗോപുരം നിർമ്മിക്കുന്നു. മഹാഗോപുരം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിപൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ അത് പരിപൂർണമാക്കി തീർക്കുവാൻ പരിപൂർണ്ണമാക്കി തീർക്കുവാൻ സർവശക്തി അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. സർവശക്തി അനുവദിച്ച് അതിലേക്കായി സർവശക്തി ദത്തെടുത്ത് നിലനിർത്തിയിരിക്കുന്ന സർവശക്തി ദത്തെടുത്ത് നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്നും കരുതി രക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുതി രക്ഷിക്കുവാൻ അതിനായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ രാജ്യങ്ങളിൽ ഒത്തുജീവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ രാജ്യങ്ങളിൽ ഒത്തുജീവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം കാനഡയിലുള്ള കാനഡയിലുള്ള അപർണ എന്ന ഭക്തയുടെ അപർണ എന്ന ഭക്തയുടെ ഭർത്താവ് അവിചാരിതമായി ദിവംഗതനായി അദ്ദേഹത്തിന്റെ 41 സംബന്ധമായ ഒരു പ്രാർത്ഥന ഓൺലൈനിൽ നടത്തുകയുണ്ടായി. ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവം എന്നും നിങ്ങൾക്കായി പ്രത്യക്ഷമായി ഇവിടെ വാഴുമാറാകട്ടെ. എന്നും പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി വാഴുമാറാകട്ടെ. ദൈവശക്തി എന്നും നിറഞ്ഞു വാഴുന്നത് കാണുവാൻ നിങ്ങളെയും അനുവദിക്കുമാറാകട്ടെ.